അപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണത് ഒരു കാരണമില്ലാതെ. കാരണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പൊന്മുടി റൈഡ് പോയായിരുന്നു ഞാനും പ്രവീൺ ചേട്ടൻ ഗ്യാങ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിലും അവരവരുടെ ബൈക്കിലും പോയായിരുന്നു. അപ്പോൾ അതാണ് മെയിൻ വിഷയം, എൻ്റെ ബൈക്കിൽ പോയത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷയം ഇല്ലായിരുന്നു റൈഡ് പോയ സമയത്ത്. എനിക്കും ഇല്ല, ആ പുള്ളിക്കാരനും ഇല്ല, പ്രവീൺ ചേട്ടൻ ഗ്യാങ്ങിന് ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർക്കാണ് ചെറിയ ചെറിയ ഒരു വിഷമം തോന്നിയതും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടതും. അത് കാരണമാണ് ചില ഇഷ്യൂ ഉണ്ടായത്. അതെന്താണ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട്. അതായത് ഇപ്പം എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു പാവപ്പെട്ട ആളാണ്. ഓക്കെ. അപ്പോൾ പ്രവീൺ ചേട്ടൻ ഗ്യാങ് എന്ന് പറയുന്നത് കുറച്ച് വലിയ വലിയ ആൾക്കാരാണ്, വലിയ ഗ്യാങ് ആണ്. അപ്പോൾ അവരെ കൂടെ എൻ്റെ റൈഡിന് വിളിച്ചത് മെയിൻ കാരണം എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ്, അല്ലാതെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ എന്നെ റീച്ച് കണ്ട് വിളിച്ചതല്ല. അപ്പം ഞാൻ അവരോട് പോകാനുള്ള മെയിൻ കാരണം അവരെ പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ വലിയ ഗ്യാങ് ആണെന്ന് പറഞ്ഞ് പോയതല്ല. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു, അവർ വൈബ് കണക്റ്റായി. എന്നെ പോലത്തെ ആൾക്കാരാണ് അവർ. സത്യം പറഞ്ഞാൽ അവർ ഇത്രയും വലിയ ലെവലിൽ ഇരുന്നിട്ട് പോലും എൻ്റെ അടുത്ത് പഴകുന്ന രീതി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഈക്വൽ ആയിട്ടാണ് പെരുമാറുന്നത്. അതിൽ ഒരു പന്തിപക്ഷവും ഇല്ല. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ സ്റ്റാറ്റസ് ഇല്ലെന്നോ നോക്കിയില്ല പെരുമാറുന്നത്. അവിടെ ആരും പൈസയുടെ കണക്കൊന്നും നോക്കൂല. അതേപോലെ ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വയനാട് ട്രിപ്പ് പോയ സമയത്ത് കുറച്ച് കമൻസ് ഇങ്ങനെ വന്നായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാരാണ് ബ്രോ, നിങ്ങൾ അവരുടെ കൂടെ പോവല്ലേ, അവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നതൊക്കെ. കുഴപ്പമില്ല, അത് ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയാൻ പാടില്ല. ചില കമൻറ്റ്സ് ഭയങ്കര മോശമായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, നീ ഓസിനല്ലടാ പോയത്. അതുപോലെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓസിന് പോയോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ അല്ലേ, അറിയാതൊന്നും പറയാൻ പാടില്ല. അപ്പോൾ പ്രവീൺ ചേട്ടൻ വന്നിട്ട് ട്രിപ്പിന് വിളിച്ചായിരുന്നു വയനാട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ചേട്ടാ പൈസ എൻ്റെ കുറവാണ്, കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവീൺ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വിഷയമൊന്നുമില്ല, പൈസയൊന്നും വലിയ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പെല്ലാം പോയിട്ട് വന്ന് അടിപൊളി എൻജോയ് ചെയ്ത്. അതിനും കുറേ കമൻറ്റ്സ് ഇങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായില്ല. കാരണം ഞാൻ ഇത് കുറേ കണ്ട് മടുത്ത്. തുടക്കത്തിലൊക്കെ ഭയങ്കര ദേഷ്യവും വിഷമം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി, സോഷ്യൽ മീഡിയ ആയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ കമൻറ്റ്സ് ചെയ്യും. അതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ എന്ത് പറയാം, യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ആ ലെവലായി പോകും. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. ഇതുപോലെ കമൻറ്റ്സ് ഞാൻ കുറേ കണ്ട് ശീലിച്ചിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നു. നല്ല കമൻറ്റ്സ് വരാറുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നത് എന്നെപ്പറ്റി അതായത് ഞാൻ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും കുഴപ്പമില്ല. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്നതും ഒരു ബന്ധമില്ലാതെ എന്നെ തെറി പറയുന്ന ആൾക്കാരാണ് നെഗറ്റീവ് കമൻറ്റ്സ്. ബാക്കി ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നല്ല കമൻറ്റ്സ് ആണ്. ഓക്കെ, അത് പറഞ്ഞേക്കാം. അപ്പോൾ ഈ പ്രശ്നം എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പൊന്മുടി പോയില്ലേ ബൈക്ക് റൈഡ്, അവിടെയാണ് വിഷയം ഉണ്ടായത്. അവിടെ എൻ്റെ ബൈക്ക് സാധാ ബൈക്കാണ്, അവരെ ബൈക്ക് നല്ല വില കൂടിയ ബൈക്കുകൾ. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പിന് പോകുമ്പോഴേ എനിക്കറിയാം കുറേ കമ്പാരിസൺ വരുന്നുള്ള കാര്യം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ബൈക്കിനെ പറ്റി. കാരണം എൻ്റെ ബൈക്കിന് പവർ കുറവാണ്, അവരെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ സ്പീഡിൽ പറന്ന് പോവുകയാണ്. സ്പീഡിൽ പറന്ന് പോകണമല്ല, ആ ബൈക്കിന് പവർ കൂടിയ ബൈക്കാണ്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ തന്നെ വിട്ട് പറന്നു പോകും. അപ്പോൾ എൻ്റെ ബൈക്ക് 150 cc ആണ്, അത് 1060 cc ബൈക്കാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ആൾക്കാർ വിചാരിച്ചത് എൻ്റെ ബൈക്ക് ചെറിയ ബൈക്ക്, എനിക്ക് പൈസ ഇല്ല, അവർ വലിയ കൂടിയ ബൈക്കുകൾ, അവരെന്നെ വിട്ടിട്ട് പോവുകയാണ്, അവരെന്നെ ഒതുക്കുകയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നും പറഞ്ഞ് കുറച്ച് കമൻറ്റ്സ് ഒക്കെ വന്നായിരുന്നു. ഞാൻ അവിടുത്തെ അപ്പോഴും തന്നെ ക്ലാരിഫൈ ചെയ്ത് കമൻറ്റ് റിപ്ലൈ കൊടുത്ത്. പിന്നെ നമ്മൾ പൊന്മുടി കുറേ കാണിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞൊന്നും കാണിക്കാൻ പോയില്ല. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തു, അവിടെ പോയി ഒന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്ന് അവിടെ ഒരു വിഷയം ഉണ്ടായില്ല. വിഷയം വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറേ കമൻറ്റ്സ് വന്ന ശേഷമാണ്. പ്രവീൺ ചേട്ടൻ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ്സ് കണ്ടപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമൻറ്റ്സ് ഒക്കെ കണ്ട് പ്രവീൺ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, സുധീഷ് ആ വീഡിയോ കുറച്ച് കണ്ട വിഷമായി പോയി, ഞാൻ സുധീഷ് അങ്ങനെയാണ് കാണുന്നത്, നമ്മൾ സുധീഷിനെ കാണുന്ന അനിയനെ പോലെയല്ലേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടാ, ഞാൻ ജസ്റ്റ് ബൈക്കിനെ പറ്റി കമ്പാരിസൺ പറഞ്ഞോളൂ ടെക്നിക്കലായിട്ട്, വേറൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല ചേട്ടാ. ചേട്ടാ അത് വിഷമിക്കൽ, യൂട്യൂബായ അങ്ങനെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ആയ കുറേ കമൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വരും, എല്ലാവർക്കും ഉള്ളത് തന്നെ പറഞ്ഞപ്പോൾ ആ ചേട്ടന് വിഷമം കുറഞ്ഞില്ല, എപ്പോഴും വിഷമമാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനി ശരിയാവില്ല, ഈ വീഡിയോ കടന്നു കഴിഞ്ഞാൽ ഇനിയും കുറേ കമൻറ്റ്സ് വരും, പുള്ളിക്കാരെ ഇനി ഒരുപാട് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ്, വേറൊന്നും കൊണ്ടല്ല, ഇതാണ് മെയിൻ റീസൺ. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ ചേട്ടൻ പിണങ്ങിയതുകൊണ്ടല്ല, ഈ ഒരു സ്നേഹം കൂടുതലായതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് എന്ത് കമൻറ്റ്സ് വേണം കുഴപ്പമില്ല, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രവീൺ ചേട്ടൻ ഇതൊക്കെ പുതിയതാണ്, അപ്പോൾ അവർക്ക് ഇത് വിഷമാകാൻ പാടില്ല ഞാൻ കാരണം. അപ്പോൾ ഞാൻ ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കുറേ പേര് കണ്ടായിരുന്നു, ഒരു 10,000-3,000-4,000 പേര് കണ്ടായിരുന്നു, ബാക്കി ആരും കണ്ടിട്ടില്ല. കാണാത്ത ആൾക്കാരാണ് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് വീഡിയോ എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും അതിന് സോറി പറഞ്ഞേക്കാം, കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വീഡിയോ ആണ് പൊന്മുടി വീഡിയോ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലല്ലോ. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ പ്രവീൺ ചേട്ടൻ വിളിച്ചായിരുന്നു, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിഷമമായി സുധീഷേ, പഴയ പോലെ നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കാം, അതിനൊന്നും ഒരു ഗ്യാപ്പും ഇല്ല. ആ സമയത്ത് കണ്ടപ്പോൾ വിഷമമായി ഇത് പറഞ്ഞതേ ഉള്ളൂ, അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു പഴയ പോലെ. അപ്പോൾ ഞാൻ ചേട്ടൻ കുറേ കാര്യം പറഞ്ഞു, ചേട്ടാ ഇനി ഒന്ന് കാര്യമാക്കല്ലേ, ഇതിനകത്ത് കുറേ കമൻറ്റ്സ് വരും. നമ്മൾ വിചാരിക്കുന്ന കാര്യം വേറെ, അവിടെ നിന്ന് പറഞ്ഞ കമൻറ്റ്സ് വേറെ ആയിരിക്കും. നമ്മളൊരു കാര്യം വിചാരിച്ച് പറയുമ്പോൾ ആൾക്കാർ എടുക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇതിലുള്ളത് തന്നെ, ഇത് എല്ലായിടത്തും ഉള്ളത് തന്നെ. വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാർ തൊട്ട് നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബർ വരയ്ക്കും എല്ലാവർക്കും ഇതുപോലെ കമൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ വരും. അതൊന്നും കാര്യമാക്കാതെ നമ്മൾ തമ്മിലുള്ള ബന്ധം, അതായത് ഞാനും പ്രവീൺ ചേട്ടുള്ള ബന്ധം നമുക്കറിയാം. ആൾക്കാർ പലതും പറഞ്ഞിട്ട് പോട്ട് നമുക്ക് ഈ സ്നേഹം എപ്പോഴും ലൈഫ് ലോങ് ഫുള്ളുമാണ്, അത്ര തന്നെ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇനിയും വ്ളോഗ് ചെയ്യും,
ഇനിയുള്ള കമൻസ് നമ്മൾ ഈ കാര്യമാക്കാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേറെ വിഷയമൊന്നുമില്ല, ഇതാണ് സംഭവം നടന്നത്. അപ്പോൾ എന്തായാലും പൊന്മുടി വീഡിയോ ഒന്നുകൂടെ റീ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞു കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് അപ്ലോഡ് ആവും. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്, ഇതും കൂടെ പറഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഹൈലൈറ്റ് ആയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രവീൺ ചേട്ടനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഒരൊറ്റ റീസണേ ഉള്ളൂ. പല റീസണുണ്ട്, ഇതാണ് മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന കമ്പനി ആയിരുന്നു HDB ഫിനാൻസ്, പേരൂർക്കട. അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ഒരു സ്റ്റോറി മാനേജർ. ആ പുള്ളിയെ കാരണം എൻ്റെ വൈഫ് ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാനും കഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യും. വീട്ടിൽ ഇരുന്നാലും ലീവിനായാലും ഓഫിലായാലും എന്തിനായാലും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ചെറുതായിട്ട് വഴക്കായി, ഞാനും ആ പുള്ളിക്കാരനായിട്ട് വഴക്കായി. അവിടെ നിന്ന് ജോലി നിർത്തിലാക്കി. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ കാര്യം പ്രവീൺ ചേട്ടൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞ ഉടനെ തന്നെ ചോദിച്ച് അവൻ ആളാര്, എവിടെ വർക്ക് ചെയ്യണം, അവൻ്റെ പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്ഷനിലിറങ്ങി. അപ്പോൾ അത് കണ്ട സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഹാപ്പി അല്ല, ഒരു സന്തോഷവും ഒരു വിഷമവും എല്ലാം കൂടെ ചേർന്നൊരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അത് വന്നു. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് എമോഷണൽ കണക്ഷൻ കിട്ടി എനിക്ക് അങ്ങ് ആ പുള്ളിയായിട്ട്. ഇന്നത്തെ കാലത്ത് ഓരോ ആൾക്കാരുടെ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് ചോദിക്കാതെ ഇങ്ങോട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരു റീസണും ഇല്ല, എൻ്റെ അടുത്ത് ഒരു പണമോ ഒന്നുമോ ഇല്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരൻ, എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ട്രിപ്പ് വിളിക്കുമ്പോഴെല്ലാം പോകുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പിൽ ചെറിയൊരു സംഭവം കാരണം കുറച്ച് വിഷമമുള്ള കാര്യങ്ങളുണ്ടായി. ഇനി അതൊക്കെ സോൾവ് ആയി, കുഴപ്പമൊന്നുമില്ല. ഇനി പഴയ പോലെ നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് എടുത്തൊരു പറയാണ്, പൈസ നോക്കിയോ സ്റ്റാറ്റസ് നോക്കിയോ ഫ്രണ്ട്ഷിപ്പ് ആകുന്ന ആളല്ല ഞാനായാലും പ്രവീൺ ചേട്ടനായാലും. പുള്ളിക്കാരൻ എന്നെ പോലെ സീറോയിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഈ ലെവലെത്തിയത്. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനും ഇതുപോലെ വളർന്ന് പറഞ്ഞാൽ പറയണത്. നിങ്ങൾ തന്നെ പറയാറുണ്ട് അല്ലേ, എൻ്റെ ചാനൽ റീച്ച് ആവണം, നല്ല ലെവലിൽ എത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഇതുപോലത്തെ കുറേ നല്ല ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ട്, അവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. നെഗറ്റീവ് കമൻറ്റ്സ് ഇതുപോലെ കുറേ വരും, അതൊന്നും വലിയ കാര്യമാക്കാതെ നല്ല കമൻറ്റ്സ് മാത്രം നോക്കി ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ, ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, ഏത് ഫീൽഡായാലും നെഗറ്റീവ് കമൻറ്റ്സ്, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാതെ, നമ്മളെ മുഖത്തോക്കി പറയാതെ സൈഡിൽ നിന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആരെങ്കിലും വഴി നമ്മൾ അറിയും. അതൊന്നും വലിയ കാര്യമാകും പോകില്ല. എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക, ഗ്രോത്തിൽ കയറുക. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പം എല്ലാ PG കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ പൊന്മുടി വീഡിയോ ഇതാ അപ്ലോഡ് ആകാൻ പോവുകയാണ്, റീ അപ്ലോഡ്. ഓക്കെ.